ഹായ് ഗൈസ്, വെക്ടർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം വെച്ചാർക്ക് ഒരിക്കലും സ്വാഗതം. നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ സർവൈവൽ കളിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും TNTയും സ്റ്റോണും റെഡ് സ്റ്റോണൊക്കെ എൻ്റെ കയ്യിൽ എവിടെ നിന്ന് വന്നു. നമ്മൾ ക്രിയേറ്റീവ് എടുത്ത് വെച്ചാണ് ഗൈസ്. ഇതിനു മുമ്പ് ഈ വേൾഡ് ക്രിയേറ്റീവ് ആയിരുന്നു, ഇപ്പോൾ സർവൈവൽ ആക്കിയതാണ് ആക്ച്വലി. പക്ഷേ ഞാൻ ഇന്ന് അതൊന്നും ഉപയോഗിക്കില്ല. TNTയും സ്റ്റോണും റെഡ് സ്റ്റോണും നമ്മിന്ന് ഉപയോഗിക്കില്ല. അല്ലാണ്ടുള്ള സർവൈവലാണ് നമ്മൾ കളിക്കാൻ പോകണം. നമുക്ക് ആടുകളെ വെട്ടിക്കൂട്ടാം, എന്നാലേ വല്ലതും നടക്കുകയുള്ളൂ. മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ആടുകളെ കൊല്ലലാണ്. 2 ആട് കൊന്നുണ്ട്. നമുക്കപ്പോൾ 2 വൂള് കിട്ടി. ഇതേ ഒരു കുഞ്ഞിപ്പശു പാവം, ഇത് വെറുതെ വിട്ടേക്കാം. ഇനി ഒരു വൂളും കൂടി വേണം, എന്നാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബെഡ് ഉണ്ടാക്കിയാലേ നമുക്കൊരു ദിവസം ആക്ച്വലി സർവൈവ് നൈറ്റ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ ഒരു ആടിനെയും കൂടി തപ്പാം. ഇവിടെ നോക്കിയിട്ട് ഒരാടിനെ പോലും കാണാനില്ല. 1 hour later. അപ്പോൾ ഗൈസ്, നമുക്ക് കുറേ നേരം ആടിനെ തപ്പിക്കൊണ്ടിരിക്കണം. അവസാനം ഒരു ആടിനെ കിട്ടി. ഇതിൻ്റെയും കൂടി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 3 വൂളാവും. പിന്നെ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. പിന്നെ ബെഡ് ഉണ്ടാക്കാൻ മരം വെട്ടണം. മരം വെട്ടി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ. ആടിനെ നൈസായിട്ട് കൊല്ലാം. നിൽക്കണം. ആട് ഓടി ഗൈസ്. അങ്ങനെ അവനെ നമ്മുടെ കൈ കിട്ടി ഗൈസ്. ചാടാ ചാടാ. ഇവനെ കൊന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പോകാൻ. ചാവണില്ലല്ലോ ഇവൻ, എന്താണത്? ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ആടുകളാണ്. എവിടെ നോക്കിയാൽ ആട്. ഒരാട്. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കിട്ടുകയുമില്ല, ആവശ്യമുള്ള സമയത്ത് കുറേ വരേണ്ടി വരും. നമുക്കിങ്ങനെ ചാടി അടിക്കാം. അതാണ് ഇപ്പം കണ്ടത്. കിട്ടിയതല്ലേ, എടുത്ത് വെച്ചേക്കാം, ആവശ്യം വരും. നമുക്ക് 4 വൂള് കിട്ടി. നമുക്കിനി മരം വെട്ടാൻ പോകണം ഗൈസ്. നമുക്ക് മരം വെട്ടാൻ പോവാം. അവരവിടെ ദൂരമായിട്ട് ഒരു വലിയ മരം കാണണ്ടേ, നേരെ അങ്ങാട് പോവാം. 1 eternity later. അപ്പം നമ്മളവിടെ എത്താറായി ഗൈസ്. അപ്പോഴാണ് ഇതേ ഫ്രണ്ടിലൊരു പുഴ. നമ്മൾ പുഴ നീന്തിക്കൊണ്ടിരിക്കണതാണ്. നേരെ ആ മരത്തിൻ്റെ അടുത്ത് അപ്പുറത്ത് എത്തിയിട്ട് വേണം ഇനി നമുക്ക് മരങ്ങളൊക്കെ വെട്ടി തുടങ്ങാം. ഇവിടെ ഫുള്ള് തണ്ണിമത്തനൊക്കെ ഉണ്ട്. നമുക്ക് മരം വെട്ടി തുടങ്ങാം. മരം വെട്ടിയാലേ മൈൻക്രാഫ്റ്റിൽ സർവൈവ് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ നോക്കാം. പിന്നെ അറിയാലോ, പണ്ട് തൊട്ടേ നമ്മൾ ന്യൂബാണ്. ഒരു ദിവസമെങ്കിലും മാക്സിമം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, ശ്രമിക്കാം. നമുക്ക് മരം വെട്ടാം. മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മരവും നമുക്ക് വെട്ടാം. കുറേ കളക്ട് ചെയ്യാൻ പറ്റണ മാക്സിമം മരം നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ തിരിച്ചു വരാൻ നടക്കണ കാര്യമല്ല. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സോംബിയൊക്കെ ഇറങ്ങി തുടങ്ങും. അതാണ് വേറൊരു പ്രശ്നം. നമുക്ക് റെഡ് സ്റ്റോണും TNTയും ലിവറൊക്കെ നൈസായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ക്രിയേറ്റീവ് എടുത്തായതുകൊണ്ട് നമുക്ക് ബാക്കി മരങ്ങളൊക്കെ വെട്ടി തുടങ്ങാം. മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സമയം അപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മളെ അപ്പുറത്തെ ലാൻഡിൽ പോയിട്ട് കിടക്ക് ഉണ്ടാക്കാൻ നോക്കാം, ബെഡ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പേ ഈ തണ്ണിമത്തനൊന്ന് 2-3 പൊട്ടിച്ച് നോക്കട്ടെ. കിട്ടിയിട്ടുണ്ട്. തണ്ണിമത്തൻ നമുക്ക് നിലത്ത് വീണ് എടുക്കട്ടെ ഗൈസ്. തണ്ണിമത്തൻ നമ്മൾ എടുത്താൽ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നേരെ ഇരുട്ടണതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ നമ്മളെ സോംബി കടിച്ച് കീറി കളയും, പൊട്ടിച്ചളയും നമ്മുടെ സോംബി. നമുക്ക് മാക്സിമം മരം വെട്ടിയെടുക്കണം എടുക്കാം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിപ്പം മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം എടുക്കും. ക്ഷമ പോണ പരിപാടിയാണിത് മൈൻക്രാഫ്റ്റിൽ, മരം വെട്ടൽ എന്ന് പറയുന്നത്. നമുക്ക് അപ്പം നേരെ നമ്മുടെ അപ്പുറത്തെ ഐലൻഡിലോട്ട് പോവാം. രാത്രി ആയിട്ടുണ്ട് ഏകദേശം. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. നമുക്ക് ബെഡ് സെറ്റ് ചെയ്യണ പരിപാടിയിലോട്ട് കിടക്കാം. ബെഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം നല്ല സ്ഥലം വേണം. നമുക്ക് ഇവിടെ ബെഡ് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഓക്ക് പ്ലാങ് എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേഗം വരാം. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഗൈസ്. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കാൻ വടി ഉണ്ടാക്കാം നമുക്ക് ആദ്യം, എന്നിട്ട് ബെഡ് ഉണ്ടാക്കാം. നമ്മൾ വടിയും ബെഡും ഉണ്ടാക്കിയിട്ടുണ്ട്. വടി വെച്ച് നമുക്കൊരു വാള് വേണം, അല്ലെങ്കിൽ രാത്രി സോംബി വന്നാൽ ചിലപ്പോൾ നമ്മൾ ചത്തു പോകാൻ ചാൻസ് ഉണ്ട്. വാളുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഏതായാലും എടുക്കാം, ആവശ്യം വരും നമുക്ക്. എന്നിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം.
ഈ പാർട്ട് ഇന്നിവിടെ വെച്ച് അവസാനിക്കുന്നതായിരിക്കും. വേറെ പാർട്ട് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നതായിരിക്കും.